ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ജപമാലയുടെ ഉറവിടങ്ങളെക്കുറിച്ചാണ്. കൊന്ത എന്ന ജപമാല പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ രൂപം കൈവന്നത് വിശുദ്ധ ഡൊമിനിക് വഴിയാണ്. വാഴ്ത്തപ്പെട്ട അലൻ ടി ലാറേഷ് വിശുദ്ധ ഡൊമിനിക്കിന് എങ്ങനെയാണ് ഇത് ലഭിച്ചതെന്ന് പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യവും മനോഹാരിതയും എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പാഷണ്ഡികൾക്ക് എതിരെ പോരാടിയ വിശുദ്ധ ഡൊമിനിക് ടോലോസിനടുത്തുള്ള ഒരു വനത്തിലിരുന്ന് 3 ദിനരാത്രങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. കഠോരമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് അവരുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകണമേ എന്ന് വിശുദ്ധൻ അപേക്ഷിച്ചു. ഈ സമയം 3 മാലാഖമാരോടൊപ്പം മാതാവ് ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് ചോദിച്ചു, പ്രിയപ്പെട്ട ഡൊമിനിക്, ലോകത്തെ നവീകരിക്കുവാനായി ഏതായുധം ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഡൊമിനിക് പറഞ്ഞു, എൻ്റെ മാതാവേ, എന്നേക്കാൾ കൂടുതലായി അങ്ങേക്കറിയാം. കാരണം അങ്ങേ പുത്രനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രക്ഷയുടെ മുഖ്യ ഉപകരണം എല്ലായ്പ്പോഴും അങ്ങു തന്നെയാണ്. മാതാവ് പറഞ്ഞു, ശത്രുവിനെ അടിച്ചു തകർക്കുന്ന കൂടം പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനശിലയായ മാലാഖയുടെ കീർത്തനമാണ്. അവരുടെ കഠിനഹൃദയം മാറുവാനും അവർ സ്വർഗത്തിലെത്തുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ കീർത്തനം പ്രകീർത്തിക്കുക. ആശ്വാസചിത്തനായ വിശുദ്ധ ഡൊമിനിക് ഉടൻ തന്നെ എഴുന്നേറ്റ് കത്തീഡ്രലിലേക്ക് പോയി ജപമാലയുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രസംഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ആൽബി ജെനസിസ് എന്ന സ്ഥലത്ത് വെച്ച് മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെടുകയും ഒരു കൊന്ത നൽകിക്കൊണ്ട് കൊന്തയുടെ പ്രാധാന്യത്തെപ്പറ്റി പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടുമെന്നാണ് ഇതിൻ്റെ പാരമ്പര്യം. കൊന്തയെ പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം എണ്ണൽ, കണക്കുകൂട്ടൽ എന്നൊക്കെയാണ്. ഏതായാലും ഇതൊരു വ്യക്തിയുടെ മാത്രം സംഭാവനയല്ല. ജപമാലയുടെ ചില ഭാഗം വിശുദ്ധ ഡൊമിനിക്കിന് മുമ്പ് ഉണ്ടായിരുന്നു. മറ്റു ചില ഭാഗം കാലക്രമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുമാണ്. പലരുടെ കരങ്ങളിലൂടെയാണ് ജപമാല അതിൻ്റെ പൂർണ്ണരൂപം കൈവരിച്ചത്. എന്നാൽ ജോൺ എഫ് മാർഫിയെ പോലെയുള്ളവർ വിശുദ്ധ അലൻ ടി ലോറോയ്ക്കെയാണ് ജപമാലയ്ക്ക് ഭക്തിക്ക് തുടക്കം കുറിച്ചതെന്ന് വാദവും നിലനിൽക്കുന്നു. രക്ഷാകര പ്രവൃത്തിയായ ആരാധനക്രമവും രക്ഷാകര ധ്യാനമായ ജപമാലയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സുന്ദരവശം ഉചിതമായ വിധത്തിലുള്ള ജപമാലയർപ്പണം വിശുദ്ധ കുർബാനയർപ്പണത്തെ ഏറെ ഫലവത്താക്കും. ഇതേപ്പറ്റി വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ പ്രബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാധനക്രമം ക്രിസ്തു സഭയുടെ പ്രവർത്തനവും പരമോന്നതവുമായ രക്ഷാകര പ്രവൃത്തിയാണെങ്കിൽ മറിയത്തോടൊപ്പം ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ജപമാല രക്ഷാകര ധ്യാനമാണ്. രക്ഷകന്റെ ജീവിത രഹസ്യങ്ങളിൽ ആമഗ്നരാകുന്നതിലൂടെ അവിടുന്ന് പ്രവർത്തിച്ചതും ഇന്ന് ആരാധനക്രമത്തിലൂടെ സാക്ഷാത്കരിക്കുന്നതും നാം ആഴത്തിൽ സ്വന്തമാക്കുകയും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരാനുണ്ടായ കാരണത്തെപ്പറ്റി കാർഡിനൽ ന്യൂമാൻ പറയുന്നു, അമ്മയില്ലാത്ത ഭവനത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ മരിയഭക്തനായിരുന്നു 12ാം പിയൂസ് മാർപ്പാപ്പ. മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് പച്ചേലി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. യുദ്ധകാലത്ത് നിരീശ്വരവാദികളായ ഒരു പറ്റം അക്രമകാരികൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി. അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അവർ വാരിക്കൂട്ടി. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കുകയാണെങ്കിൽ വെറുതെ വിടാമെന്നും ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ആശങ്കാകുലനായില്ല. വിശ്വാസത്തിനു വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. ഉടൻ തന്നെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ജപമാലയും ഒരു കുരിശുരൂപവും എടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി പറഞ്ഞു, നിങ്ങൾ വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ചങ്കിന് നേരെ വെടിവെക്കുക. ജപമാലയും കയ്യിലേന്തി മുട്ടിന്മേൽ നിന്ന പച്ചേലിയെ വെടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ മരിയഭക്തൻ പിന്നീട് 12ാം പിയൂസ് മാർപ്പാപ്പ എന്ന പേരിൽ പത്രോസിൻ്റെ സിംഹാസനം വരെയെത്തി. അദ്ദേഹമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചത്.